നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും പരിശോധിക്കാം. ഇന്ന് പ്രധാനമായും രണ്ട് വാർത്തകൾക്കാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം വിനീഷ് ഫോഗട്ട് എന്ന വനിതാ ഗുസ്തി താരത്തിന് 100 ഗ്രാം അധികമായി എന്ന പേരിൽ സ്വർണം നഷ്ടപ്പെട്ട വാർത്ത. അതിനോടൊപ്പം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇനി മുതൽ ഓൾ പാസ് ഇല്ല എന്ന വാർത്തയ്ക്കുമാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതല്ലാതെ മറ്റേതെങ്കിലും വാർത്തകൾക്ക് പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കാം. ഏറ്റവും ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ 100-ൽ നീറി എന്ന തലക്കെട്ടോടു കൂടിയാണ് വിനയ് ഫോഗട്ടിന്റെ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മിനിമം മാർക്ക് ഈ വർഷം 8ാം ക്ലാസ്സിൽ തുടങ്ങുമെന്ന തലക്കെട്ടോടുകൂടി ആ വലിയ വാർത്തയ്ക്ക് താഴെ അല്പം പ്രാധാന്യത്തോടെ തന്നെ മാതൃഭൂമി ആദ്യ പേജിൽ ഓൾ പാസ് ഇല്ല എന്ന വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി പാരീസിലും കണ്ണീരോ പൊന്നെ എന്ന തലക്കെട്ടോടു കൂടിയാണ് വിനയ് ഫോഗട്ടിന് സ്വർണ്ണം നഷ്ടപ്പെട്ട വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ആദ്യ പേജിൽ SSLC ഓൾ പാസ് ഔട്ട് എന്ന തലക്കെട്ടോടുകൂടി ഇനി മുതൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും ഒന്നും ഓൾ പാസ് ഇല്ല എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു കേരള കൗമുദി ആദ്യ പേജിൽ. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോട് നൽകിയിട്ടുണ്ട് വിനയ് ഫോഗട്ടിന്റെ വാർത്തയ്ക്ക്. വിനയ് ഫോഗട്ടിന്റെ ആദ്യ പേജിൽ ഇന്ന് വലിയ ചിത്രത്തോടുകൂടി ഫോഗട്ടെ നീയാണ് പൊന്നെ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ഉൾപേജിലേക്ക് വരുമ്പോൾ ഉൾപേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട പേജ് കൂടിയുണ്ട്. ആ പേജിൽ ഇന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെയും ഓൾ പാസ് ഒഴിവാക്കിയെന്ന വാർത്ത ആ പേജിൽ ഏറ്റവും താഴെയാണ് നൽകിയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ മലയാള മനോരമ പ്രാധാന്യം നൽകിയിരിക്കുന്ന വാർത്ത ശബരിമല പാതയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ്. ചെങ്ങന്നൂർ പമ്പ പാതയ്ക്കായി ഇനി അനുമതി ഉണ്ടാകില്ല എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തിന് പിന്തുണ ഇല്ല എന്നാണ് റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഒപ്പമുണ്ട് രാജ്യം എന്ന തലക്കെട്ടോടുകൂടിയാണ് വിനയ് ഫോഗട്ടിന്റെ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി ഓൾ പാസ് ഇല്ല എന്ന തലക്കെട്ടോടുകൂടിയാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഓൾ പാസ് ഇനി മുതലില്ല എന്നുള്ള വാർത്തയും ജന്മഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ഇന്ന് 100 ഗ്രാമിൽ അയോഗ്യ എന്ന തലക്കെട്ടോടുകൂടിയാണ് വിനയ് ഫോഗട്ടിന്റെ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഒപ്പം അതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തിൽ ഇനി പഠിക്കാതെ പാസ്സാകില്ല എന്ന തലക്കെട്ടോടുകൂടി മിനിമം മാർക്ക് ആവശ്യമാണ്, ഓൾ പാസ് ഇനി മുതൽ 8, 9, 10 ക്ലാസ്സുകൾ ഇല്ല എന്നുള്ള വാർത്തയും നൽകുന്നു മാധ്യമം. ദീപികയിലേക്ക് വരുമ്പോൾ ദുഃഖഭാരം 100 ഗ്രാം എന്ന തലക്കെട്ടോടുകൂടിയാണ് വിനയ് ഫോഗട്ടിന്റെ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം താഴെ അല്പം പ്രാധാന്യത്തോടുകൂടി ഇനിയില്ല ഓൾ പ്രൊമോഷൻ എന്ന തലക്കെട്ടോടുകൂടി ഓൾ പാസ് ഒഴിവാക്കിയ വാർത്തയ്ക്കും പ്രാധാന്യം നൽകുന്നു ദീപിക. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ഹൃദയഭാരം എന്ന തലക്കെട്ടോടുകൂടി വിനയ് ഫോഗട്ടിന് സ്വർണം നഷ്ടപ്പെട്ട വാർത്ത നൽകുന്നു. പക്ഷേ ആ ആദ്യ പേജിൽ എവിടെയും ഓൾ പാസുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. അതിന് പകരം വയനാട്ടിലെ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കാണാതായത് 138 പേർ, മരണപ്പെട്ടത് 225 പേരെന്നാണ് പട്ടികയിൽ അറിയിച്ചിട്ടുള്ള കണക്ക്. ഇനി ആദ്യ പേജുകളിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കൗതുകരമായ വാർത്തകളും കാർട്ടൂണുകളും ഒക്കെ പരിശോധിക്കാം. കേരള കൗമുദി ആദ്യ പേജിൽ പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റ് വാർത്തകൾ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി സന്ദർശനത്തിന് എത്തുന്നു എന്നുള്ള വാർത്തയാണ്. അതോടൊപ്പം ബംഗ്ലാദേശിൽ താൽക്കാലിക അധികാരം ഏറ്റെടുക്കാൻ മുഹമ്മദ് യൂനുസ് എത്തുന്നു എന്നുള്ള വാർത്തയാണ് കേരള കൗമുദി ആദ്യ പേജിൽ നൽകിയിട്ടുള്ള പ്രാധാന്യമുള്ള വാർത്ത. അതിനൊപ്പം തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ 8ാം ക്ലാസ് മുതൽ സ്ഥാനക്കയറ്റത്തിന് മിനിമം മാർക്ക് നിർബന്ധമാകും എന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയ്ക്ക് കാർട്ടൂൺ നൽകിയിരിക്കുകയാണ് തലവര എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ കേരള കൗമുദി. അതിന്റെ തലക്കെട്ട് എട്ടും പൊട്ടും തിരിയാത്തവർ 8 നിരയിൽ പൊട്ടും എന്നുള്ളതാണ്. മാതൃഭൂമിയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ഒന്ന് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസ് അധികാരമേൽക്കുന്നു എന്നുള്ള വാർത്ത, മറ്റൊന്ന് വയനാട്ടിൽ കാണാതായവരുടെയും മരണപ്പെട്ടവരുടെയും പട്ടിക പ്രസിദ്ധീകരിച്ചു എന്നുള്ള വാർത്ത. മറ്റ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്താമെന്ന വാർത്തയാണ്. പിന്നീട് കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ പാരീസ് ഒളിമ്പിക്സിൽ ശരീരഭാരം കൂട്ടിയതിന്റെ പേരിൽ വിനീഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയെന്ന വാർത്തയാണ്. അതിന് കാർട്ടൂൺ നൽകിയിരിക്കുന്നു. ആ കാർട്ടൂണിന്റെ തലക്കെട്ട് 100 ഗ്രാമിന് എന്തൊരു ഭാരം എന്നുള്ളതാണ് തലക്കെട്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയുടെ ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്തകൾ വയനാട് ദുരന്തം താൽക്കാലിക പുനരധിവാസവും പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തയാണ് ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത. ഒപ്പം വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തുന്നുള്ള വാർത്ത. ബംഗ്ലാദേശ് ഭാരതത്തിൽ ആവർത്തിക്കുമെന്ന് സൽമാൻ ഖുർഷിദിന്റെ ഭീഷണിയാണ് വലിയ പ്രാധാന്യത്തോടെ ജന്മഭൂമി നൽകിയിട്ടുള്ള വാർത്ത. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം പ്രാധാന്യത്തോടെ കണ്ടിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത് വഖഫിൽ കടന്നുകയറ്റം എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയാണ്. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാതെ ഇതര മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്താമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ പറ്റിയുള്ള വാർത്തയാണ് മാധ്യമം ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ഉരുൾപൊട്ടൽ കാണാതായവരുടെയും മരണപ്പെട്ടവരുടെയും പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്ത. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ രൂപീകരണം, അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന മുഹമ്മദ് യൂനുസ് എന്ന വാർത്ത. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ നൽകിയിട്ടുള്ള മറ്റ് വാർത്തകൾ എന്ന് പറയുന്നത് 1629 കോടിയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളതാണ്.
വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെയാണ് 1629 കോടിയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ ചർച്ച ചെയ്യുന്നുള്ള വാർത്തയ്ക്ക് മലയാള മനോരമ പ്രാധാന്യം നൽകുന്നു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനൂസ് നേതൃത്വം നൽകുന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഒപ്പം കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ 5 വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് പിരിച്ച ടോൾ 1620 കോടിയാണ്. രാത്രിയിൽ ടോൾ ഉള്ളതുകൊണ്ട് പകൽക്കൊള്ള എന്ന് പറയാൻ വയ്യ എന്നാണ് അതിന്റെ തലക്കെട്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് 1629 കോടി രൂപയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുത്തുന്ന വാർത്ത. ഒപ്പം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു ദേശാഭിമാനി. ദീപികയിലെ പ്രാധാന്യമുള്ള വാർത്തകൾ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നും ലാവോസിലേക്ക് മനുഷ്യക്കടത്ത ഒരാൾ അറസ്റ്റിലെന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യമാണ് ദീപിക ആദ്യ പേജിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കൊടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രി ശനിയാഴ്ച വയനാട്ടിലെത്തുമെന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം ദീപിക നൽകിയിട്ടുണ്ട്. മാധ്യമത്തിന്റെ ഉൾപേജിൽ ഇന്ന് പ്രാധാന്യത്തോട് കണ്ട ഒരു കൗതുകരമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കണ്ടത് സിലബസ് മാറ്റം രാജ്യസഭയിൽ ആഞ്ഞടിച്ച് ഖാർഗെ ഭരണഘടനയ്ക്ക് പകരം വിചാരധാര പ്രതിഷ്ഠിക്കും എന്ന രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ആരോപണം ഉന്നയിച്ച വാർത്തയാണ് ഉൾപേജിൽ വലിയ പ്രാധാന്യത്തോടെ ഉള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിൽ മകളുടെ ചോദ്യം മനസ്സിൽ തട്ടി 12 സെന്റ് ദാനം ചെയ്തു ഷിജു എന്ന വാർത്തയാണ് ഒരു കൗതുകരമായ വാർത്ത. അതായത് സ്വന്തം മക്കളായ ആരുഷിയും ആരോയും ആവശ്യപ്പെട്ടതനുസരിച്ച് VS ഷിജു വയനാട്ടിൽ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് 12 സെന്റ് സ്ഥലം ദാനം ചെയ്യുന്ന വാർത്ത. അതായത് അച്ഛാ, ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ വീടൊക്കെയല്ലേ പോയത്, ഇനി രാത്രി അവർ എവിടെ ഉറങ്ങും, അവർക്ക് എന്തെങ്കിലും കൊടുത്താലോ എന്ന മക്കളുടെ ചോദ്യത്തിലാണ് VS ഷിജു 12 സെന്റ് ദാനം ചെയ്തത്. ഒപ്പം അങ്കമാലി എരുമേലി പാതയ്ക്ക് റെയിൽവേയുടെ ചുവപ്പ് കൊടി എന്ന തലക്കെട്ടോടുകൂടി ശബരിമല റെയിൽപാതയ്ക്ക് ചുവപ്പ് വീണിരിക്കുന്നു എന്ന വാർത്ത ഉൾപേജിൽ നൽകുന്നു ദീപിക. ഇനി സ്പോർട്സ് ആണ്. എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത് വിനീഷ് ഫോഗട്ടിന്റെ സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ട പോയ വാർത്തയാണ്. ഒപ്പം ജാവലിൻ ത്രോ ഫൈനൽ ഇന്നാണ്. അതിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ഉള്ളത്. അതിന്റെ വാർത്തയും സ്പോർട്സ് പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. നീരജ് ചോപ്രയ്ക്ക് M5 ന്യൂസിന്റെ വിജയാശംസകൾ. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.